98.6 FM-ൽ ദോഹ ജംഗ്ഷന്റെ സമയമാണ്. ഇപ്പം ദേ നമ്മൾ ഓൺ എയർ മാത്രമല്ല, ദേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ലൈവായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ കൂടെ ഇന്നത്തെ ദിവസം കുറച്ചധികം സ്പെഷ്യൽ ഗസ്റ്റുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഈ ദിവസങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേയധികം ആക്ടിവിറ്റീസ് അതുപോലെ ഇവന്റുകളൊക്കെ നടക്കുന്ന ദിവസങ്ങളാണ് ദോഹയിൽ, അല്ലേ? അതിൽ തന്നെ എടുത്തു പറയാനുള്ള ഒരു ഇവന്റ് ആണ് നമ്മുടെ അടുക്കളത്തോട്ടം ദോഹ കണ്ടക്ട് ചെയ്യുന്ന ജൈവ കാർഷികോത്സവം. സീസൺ 12ലേക്ക് അങ്ങനെ എത്തി നിൽക്കുകയാണ്. നാളെയാണ് ഈ ഒരു ഇവന്റ് നടക്കാൻ പോകുന്നത് ഇൻ അസോസിയേഷൻ വിത്ത് MV's ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്. സോ യെസ്, ഈ ഒരു പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനായിട്ട് ഓരോരോ സ്റ്റാർസ് ആൻഡ് ഈ പരിപാടിയിലെ ഹൈലൈറ്റഡ് താരങ്ങളൊക്കെയാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ ഏറ്റവും ആദ്യം സ്നേഹപൂർവ്വം തന്നെ നമുക്ക് വെൽക്കം ചെയ്യാം സിംഗർ അഖില ആനന്ദ് ഓൺ ടു അവർ ഷോ. താങ്ക് യു. ആൻഡ് യെസ്, നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു കലാഭവൻ സുധി. ആൻഡ് യെസ്, ഈ ഒരു പ്രോഗ്രാമിന്റെ ഷോ ഡയറക്ടർ ആൻഡ് വണ്ടർഫുൾ സിംഗർ വിനോദ് നമ്പലാട്ട്. വെൽക്കം ടു ദോഹ ജംഗ്ഷൻ. ഹലോ, നമസ്കാരം. ഓക്കെ, അപ്പോ നമുക്ക് ഈ എല്ലാ വീക്കെൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരുപാട് താരങ്ങൾ കൊണ്ട് ഖത്തറിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ ആഴ്ചയിലും നമുക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടാവും. അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് എത്തുന്നത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? നല്ല വിശേഷം. അങ്ങനെ ഖത്തറിൽ വന്നിട്ട് ഇന്നലെ എത്തിയല്ലോ, അല്ലെ? ഇന്നലെ എത്തി. ഇപ്പൊ എന്തായാലും ചൂടൊക്കെ കുറഞ്ഞ നല്ല അടിപൊളി ക്ലൈമറ്റിലാണ് നിൽക്കുന്നത്. പ്രാക്ടീസ് കാര്യങ്ങൾ കഴിഞ്ഞോ? ഇന്ന് പ്രാക്ടീസ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഇങ്ങോട്ടാ വന്നത് ഓക്കെ, നിങ്ങളെ കാണാൻ. അപ്പൊ ഒരുപാട് പാട്ടുകളാണ് ഇങ്ങനെ നമ്മളുടെ മനസ്സിലേക്ക് വരിക. ഒരുപാട് രസമായിട്ടുള്ള പാട്ടുകളാണ് അതിങ്ങനെ വരിക. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ആ ഒരു പാട്ട്, ഫസ്റ്റത്തെ അശ്വാരൂഢനിലെ പാട്ട്, അതൊരു എനിക്ക് വേറെ തന്നെ ഒരു റേഞ്ചിൽ നിൽക്കുന്ന, ഇപ്പോഴും നമ്മളിവിടെ എപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ തന്നെ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ടൊന്ന് പാടിയിട്ട് നമുക്ക് തുടങ്ങിയാലോ? ഒത്തിരി സന്തോഷം. ഇപ്പോഴും ആ പാട്ട് ഞാൻ 2006 പാടിയത്. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ആ പാട്ടിലൂടെയാണ് പല വേദികളിലും ഇതുപോലെയുള്ള പ്രോഗ്രാംസിനൊക്കെ ഇൻട്രൊഡക്ഷൻ തരുമ്പോൾ ആ പാട്ട് പറഞ്ഞു തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. കാരണം ആദ്യത്തെ പാട്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ആ പാട്ട് പാടി തന്നെ തുടങ്ങാം. അഴകാലില മഞ്ഞച്ചരടിലെ പൂത്താലി, മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി, കുന്നിമണിക്കോലു സണിഞ്ഞ് വയൽക്കിളി വരവായി, കുരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി, ഏഴഴകായി പൂങ്കവിളിൽ ചിന്നി നിന്നാണം, എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ. അടിപൊളി. ഇത് കേൾക്കുമ്പോൾ ചാർജ് ആയി. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളത്തോട്ടം പ്രോഗ്രാമിലേക്കാണ്. അതായത് എനിക്ക് തോന്നുന്നത് ഇത്രയധികം കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇതുപോലെ നമ്മൾ ഗൾഫിൽ വന്നിട്ടും അവരുടെ ഓരോരുത്തരുടെയും വീട്ടിൽ കൃഷിയുണ്ട്. അങ്ങനെ കൃഷിയുമായിട്ട് എങ്ങനെയാണ് ഒരു കണക്ഷൻ? കൃഷിയായിട്ട് എനിക്കങ്ങനെ വീട്ടിൽ കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുക. അത് പറയുമ്പോൾ ഇവിടെ അതൊരു എന്താ മിസ്മാച്ച് ആയിട്ട് തോന്നുന്നു. കാരണം ഇവിടുത്തെ ചെറിയ സൗകര്യങ്ങൾ കൃഷി ചെയ്താണ് എല്ലാവരും. അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ മാത്രം എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്ത് എല്ലാവർക്കും ഈ കൃഷിയോട് വളരെയധികം താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാണുമ്പോൾ സന്തോഷമാണ്. അതിന്ന് ഇൻസ്പിറേഷൻ തോന്നാറുണ്ട്. വീട്ടിൽ പോയിട്ട് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യണം എന്ന് തോന്നാറുണ്ട്. പക്ഷെ ഇതുവരെ സാഹചര്യം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് കൃഷിയായിട്ട് ബന്ധം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇല്ല. നമ്മൾ അങ്ങനെ പ്രോഗ്രാമിന് വന്നു എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നല്ല കിടിലൻ പാട്ടുകൾ നാളത്തെ ദിവസം കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ നമ്മളുടെ കൂടെ 2 പേര് കൂടി ഉണ്ട്. വിനോദ് ബ്രോ, അപ്പൊ എന്തൊക്കെയാണ് നാളത്തെ പരിപാടികൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഇവിടെ ഒരുപാട് പേര് കാണാനായിട്ട് എപ്പോഴാ എത്തണ്ടേ, എങ്ങനെ എത്തണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് അവരോട് പറയാനുള്ളത്? നമസ്കാരം. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച്. ഇവിടെ ഈ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഞാൻ ഇവിടുത്തെ ഒരു നാട്ടുകാരനാണ്. നാട്ടിലും കൂടുതലും ഇവിടെ താമസിച്ച ആളാണ്. പക്ഷേ എങ്കിലും ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക എനർജറ്റിക് ആയിട്ട് നമുക്കൊരു ഈ ഒരു രീതികൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം മുതലാണ് നമ്മുടെ അടുക്കളത്തോട്ടം ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ഈ കൊല്ലവും അവരെന്നെ ക്ഷണിച്ചു. അപ്പോൾ പിന്നെയും ഇവരെ നമ്മുടെ പഴയ സുഹൃത്തുക്കളും നാട്ടിലെ സ്റ്റേജ് കാലത്ത് നടന്നിരുന്നവരുടെ കൂടെ വീണ്ടും ഒന്നിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നാളത്തെ പ്രോഗ്രാം എന്താന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കുറേ നല്ല ആർട്ടിസ്റ്റുകൾ വരുന്നു. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. അത് ശരിക്കും അത് ഞാൻ പറഞ്ഞിട്ട് ഇത്രയും ഇവരെ പോലുള്ള ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഇത്രയും ടാലന്റ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ സാധാരണ ഇതൊരു ടിക്കറ്റഡ് ഷോ ആയിട്ടാണ് നടത്തേണ്ട ഷോ ആണ്. പക്ഷെ അത് സൗജന്യമായിട്ട് നമ്മുടെ അടുക്കളത്തോട്ടം ദോഹ ഒരുക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം. അതാണ് അവര് അടുക്കളത്തോട്ടം ദോഹ തുടങ്ങണ സമയത്തും അവര് ഈ ഒരു
മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് ഇത് അവരുടെ ചാർട്ടിൽ അവർ ഉൾപ്പെടുത്തി. അപ്പൊ ഇങ്ങനെ വലിയ വലിയ നമുക്കപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ അവരായിട്ട് സംസാരിക്കുമ്പോൾ പല നല്ല ആർട്ടിസ്റ്റുകളെയും മുന്നിൽ വെക്കുമ്പോൾ അവർക്ക് ഒരു പരിമിതിയുടെ ഉള്ളിൽ വെച്ചിട്ട് അവർ ഇതിന് ഫ്രീ ആയിട്ട് നടത്താൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് അതൊരു ഇതാണ്, മനസ്സിലായോ? അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ വരണം. പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ പ്രോഗ്രാം കാണാൻ വരണം. എന്തായാലും നിങ്ങൾക്ക് മടുക്കാത്ത രീതിയിൽ ഒരു ഈ കൃഷി ഉത്സവത്തിനോടൊപ്പം ഇപ്രാവശ്യം ചിരിക്കാനും കൂടി ഉള്ള ഒരു വേദി ഞങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. സംഗീതത്തിന്റെ ഒപ്പം ചിരിക്കാൻ വേണ്ടി നല്ല കുറെ ആർട്ടിസ്റ്റുകൾ നിങ്ങൾ കൺകുളർക്ക് TV-ൽ 24/7 കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ പ്ലീസ് ഡോണ്ട് മിസ് ദിസ് ചാൻസ് എന്നാണ് എനിക്ക് പറയുന്നത്. ഓക്കെ. ആൻഡ് കലാഭവൻ സുധി, അതിലൊരു താരം അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരു പാട്ടുകാരനാണ്, അടിപൊളി പാട്ടുകാരനാണ്. നമസ്കാരം ബ്രോ. നമസ്കാരം. അപ്പൊ ഇങ്ങനെ ഖത്തറിൽ ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് ഖത്തർ വന്ന് കറങ്ങാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ഫുള്ള് പ്രാക്ടീസ് ആയിരുന്നു പ്രാക്ടീസ് ആയിരുന്നു. ഇനിയിപ്പം പോണം. വിനോദേട്ടൻ, നമ്മുടെ ഷോർട്ട് ആക്ട് വിനോദേട്ടൻ കറങ്ങാനുള്ള സംവിധാനമൊക്കെ പുള്ളി ഒരുക്കിയിട്ടുണ്ട്. സന്തോഷം. ഓക്കെ. ഓൾറൈറ്റ്. അപ്പോൾ അഖില നമുക്ക് ഓൾറെഡി ഒരു പാട്ട് പാടി തന്നു. അപ്പം നമ്മളും പാട്ട് പാടാൻ താങ്കളിൽ നിന്നും തുടങ്ങാം. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് സുധിയുടെ പാട്ടൊന്നും കൂടെ കേൾക്കണം. ആൻഡ് യെസ്, കുറേ അധികം മെസ്സേജസും നമ്മുടെ ആപ്പിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അവർ പാട്ട് ഇങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്, ഈ പാട്ട് പാടട്ടെ ആ പാട്ട് പാടട്ടെ എന്നുള്ളത്. അപ്പോൾ ആ ഡിസ്കഷൻ കഴിഞ്ഞാൽ നമുക്ക് പാട്ടിലേക്ക് പോവാം. ബൈ ദ വേ, ഇവിടെ അഖിലയ്ക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രേട്ടൻ ഉണ്ടല്ലോ, ചന്ദ്രേട്ടൻ അഖില അഖില എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അഖില കണ്ടിട്ടില്ല, അതുകൊണ്ട് കേട്ടോ. അപ്പൊ പുള്ളി ചേട്ടാ നമസ്കാരം. ഞാൻ ചേട്ടനെ വന്നിട്ട് വിളിക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഇന്നലെ രാത്രി എത്തിയത്. ഇന്ന് രാവിലെ തൊട്ട് റിഹേഴ്സൽ ആയിരുന്നു. ഇപ്പൊ റിഹേഴ്സൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങോട്ടാ വന്നത്. അപ്പൊ ഒന്ന് ഫ്രീ ആയിട്ട് വിളിക്കാൻ, എന്തായാലും വിളിക്കാം, സംസാരിക്കാം. പാട്ട് റെഡി അല്ലേ? റെഡിയാണ്. ശരി. നമ്മൾ സാധാരണ നാളെ അടിച്ചുപൊളി പാട്ടാണ് പാടുന്നത്. അപ്പൊ ഇന്നിപ്പോ എന്തായാലും ഒരു മെലഡി പാടാം എന്ന് വെച്ചിട്ടാണ്. പിന്നെ പ്രത്യേകം നന്ദി, അടുക്കള തോട്ടം ഈവന്റിനുള്ള നന്ദി പറയുന്നു. കൃഷിയോടനുബന്ധിച്ചുള്ള ഒരു ഈവന്റ്. എന്റെ അച്ഛന് ഒരു ചെറിയ കൃഷി ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. കപ്പയും അതുപോലെ വാഴ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചധികം നാളുണ്ടായിരുന്നു. അപ്പൊ അതൊരു ബന്ധം കൂടി ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കൃഷി സ്റ്റേജ് ആയിരുന്നു. അച്ഛനാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ ആ കാര്യം കൂടി ഒരു മെലഡി സോങ് പാടാം. വരവർണ്ണമണിയും വസന്തം പ്രിയരാഗം കവർന്നേ പോ, അഴകിൻ നിറച്ചാന്തുമായി എൻ മഴവില്ലുമകലേ മറഞ്ഞു, നിന്നന്തരംഗമാം ഏകാന്തവീതിൽ ഏകാകിയായി ഞാൻ പാടാൻ വരുമ്പോഴും വിധിയെന്തിനാവോ വിലപേശുവാനായി വെറുതെ നിറം മാറി വന്നു, മംഗളങ്ങളരുളും മഴനീർ കണങ്ങളെ ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ. നൈസ്. ഇവിടെ സൂപ്പർ സോങ് എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഷബീന മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാകും നാളത്തെ പരിപാടിക്ക് എന്ന് പറഞ്ഞിട്ട് നൌഷാദിന്റെ മെസ്സേജ് ഉണ്ട്. ആൻഡ് ഇർഷാദിന്റെ ഹായ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നാളെയാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കമന്റിലും റിമൈൻഡ് ചെയ്തിട്ടുണ്ട്. യെസ്, നാളെയാണ് പ്രോഗ്രാം. അപ്പൊ എല്ലാവരും അവിടെ എത്തിച്ചേരണം. ഫ്രീ എൻട്രിയോട് കൂടിയിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് യെസ്, നമുക്കറിയുന്ന പോലെ തന്നെ ഇതിന്റെ ഷോ ഡയറക്ടറും ഒരു സിംഗറാണ്. ആൾക്ക് സ്വന്തമായിട്ടൊരു ബാൻഡ് ഉണ്ട്, മണക്കുളം വില്ലേജ് ബാൻഡ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വിനോദേട്ടന്റെ ഒരു പാട്ടും കൂടി ഈ സമയത്ത് നമുക്ക് വേണം. അപ്പോൾ വിനോദേട്ടന്റെ പാട്ടിലേക്ക് പോവാം. दिल क्या करे जब किसी से किसी को प्यार हो जाए, जाने कहाँ कब किसी को किसी से प्यार हो जाए, ऊंची ऊंची दीवारों पे इस दुनिया के रस में
होना कुछ है तेरे बस में, कुछ मेरे बस में, दिल क्या करे जब किसी से किसी को प्यार हो जाए. ബൈ ദ വേ പാട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ പാട്ടിനേക്കാൾ കൂടുതൽ ഇവിടെ ചോദ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ഞങ്ങൾ എപ്പോഴാ എത്തേണ്ടത്, എപ്പോഴാ സമയം, എത്ര മണിക്കാണ് അവിടെ എത്തിച്ചേരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. നാളെ സ്പോട്ട് ഓൺ 6 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വരിക. എല്ലാവരും വന്ന് വേദി നിറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നേരത്തെ തുടങ്ങും ഞങ്ങൾ. അപ്പോൾ നിങ്ങളില്ലാതെ നമുക്കത് ആഘോഷിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ മെയിൻലി ഒരു കാര്യം. യെസ്, ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു ആ പാട്ടിന് എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതെ, കുറെ കാലം മിസ്സായിട്ടുള്ള ഫീൽ ഇപ്പോഴാണ് തിരിച്ചു വരാൻ തുടങ്ങിയത്. റൈറ്റ്, ഇവിടെ അതെ നമുക്ക് അഖില ഉണ്ട്. അഖിലനെ നമ്മൾ ഒരു പ്ലേ ബാക്ക് സിംഗർ എന്ന് മാത്രമല്ല നമുക്കൊരു ആങ്കർ എന്ന് കൂടി പറയേണ്ടി വരും. ബിക്കോസ് ഏഷ്യനെറ്റ്, കൈരളി അങ്ങനെയുള്ള കുറേ ചാനൽസിലെ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഹൃദയരാഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അല്ലേ ഒരു ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആസ് എൻ ആങ്കർ? ആ ഒരു ആസ് എൻ ആങ്കർ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. കുറേ വർഷക്കാലം ആങ്കറിങ് മേഖലയിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കോളേജ് ടൈം തൊട്ട് ഏതാണ്ടൊരു 10-15 വർഷത്തോളം ചാനൽ പ്രോഗ്രാംസ് ആങ്കറിങ് ആ ഫീൽഡിലുണ്ടായിരുന്നു. പിന്നെ പാട്ടിലേക്ക് കൂടുതൽ വന്നപ്പോഴും പിന്നെ ചാനൽ പ്രോഗ്രാംസിൻ്റെ ഒരു സ്വഭാവം മാറിയ ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് റിയാലിറ്റി ഷോസ് വന്നു, സീരിയൽസ് കുറേ വന്നു. ആ സമയത്ത് മറ്റ് മ്യൂസിക് ഷോസിന്റെ പ്രാധാന്യം കുറഞ്ഞു വന്നപ്പോഴാണ് ഞാനും ആ ഒരു ഫീൽഡിൽ നിന്ന് പതുക്കെ മാറി മാറി മ്യൂസിക്കായിട്ട് കൂടുതലും അങ്ങനെ എൻഗേജ്ഡ് ആയത്. സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു അവതാരികയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ടിവിയിൽ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ. എങ്ങനെ റീൽസിലെ സൂപ്പർ സ്റ്റാർ ആണെന്ന് കമന്റ് വരുന്നുണ്ട്. അപ്പോൾ മ്യൂസിക് ഷോസ് ആണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ എൻജോയ് ചെയ്താണ് ആ ഒരു മേഖലയിലും ഞാൻ വർക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഗൾഫ് സെക്ടറിലൊക്കെ ഒത്തിരി ഏഷ്യനെറ്റ് റേഡിയോയിലും ഒക്കെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഏഷ്യനെറ്റ് ന്യൂസ് ചാനലില് അന്ന് വിജയ് പിക്കിൾസ് ഗ്ലോബൽ ഗ്രീറ്റിംഗ്സ് എന്നുള്ള പ്രോഗ്രാം അത് വളരെയധികം ഈ ഒരു അതെ കണക്റ്റഡ് ആയിരുന്നു. പിന്നെ ആ പ്രോഗ്രാം മാറിക്കഴിഞ്ഞപ്പോൾ പലരും മറന്നു. എല്ലാം നമ്മള് സ്ഥിരമായിട്ട് ചാനലിലും അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ എല്ലാരും ഒന്ന് മെമ്മറി എപ്പോഴും ഓർമ്മ നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോ പിന്നെ പാട്ട് മാത്രമായപ്പോ അതിൻ്റെതായിട്ടുള്ള ഓഡിയൻസ് ആയി. അത്രേ ഉള്ളൂ. ചോക്ലേറ്റ് മൂവിയിലെ പാട്ട് അത് നീ പറഞ്ഞ മാതിരി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ്. പിന്നെ ഒരു ട്രെൻഡ് തിരിച്ചു കൊണ്ടുവന്ന ഒരു പാട്ടും കൂടിയായിരുന്നു. ഒരു പെപ്പി സോങ് ആണ്. ഒരു കോളേജ് ക്യാമ്പസ് പശ്ചാത്തലത്തിലുള്ള സിനിമയാണ്. അപ്പൊ അതിനെ പറ്റിയൊരു പാട്ടായിരുന്നു. തീർച്ചയായിട്ടും അലക്സ് പോൾ ആണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. കൽക്കണ്ട മലയെ ഒറ്റയ്ക്കു നുണയാൻ വന്നുണ്ടേ കൊതിക്കുറുമ്പൻ, തേനുള്ള മരത്തിൻ കൊമ്പത്തു കയറാൻ മോഹിച്ച പുള്ളിയുറുമ്പൻ, പഞ്ചാര കണ്ണുണ്ടേ കൊച്ചു നണക്കുഴി എന്നുണ്ടേ ചുണ്ടത്തു മുല്ല ചെണ്ടുണ്ടേ. അടിപൊളി അടിപൊളി. അപ്പൊ ഇപ്പൊ പാട്ടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പാട്ടുകൾ എല്ലാ കാലത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കുറെ ട്രെൻഡ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പല പഴയ ട്രെൻഡുകൾ തിരിച്ചു വരുന്നുണ്ട്, പുതിയ ട്രെൻഡുകൾ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പത്തെ ഒരു പാട്ടുകളിൽ വരുന്ന മാറ്റങ്ങൾ? തീർച്ചയായിട്ടും നമ്മള് കാലം മാറുമ്പോ കോലം മാറണം എന്ന് പറയുന്ന പോലെ പുതിയ പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ട്, പഠിക്കാറുണ്ട്, സ്റ്റേജുകളിൽ പാടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു പ്രൊഫഷൻ ഇതാണ്. അപ്പോൾ അത് മാറി വരുന്ന സാഹചര്യങ്ങളിലും എല്ലാ രീതികളും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ ഇപ്പൊ പൊതുവെ സിനിമകളിൽ പാട്ടുകൾ കുറയുന്നു എന്നൊക്കെയുള്ള ഒരു സംസാരം. അങ്ങനെ അതെ, അതൊരു വിഷമമുള്ള കാര്യമാണ്. പഴയ പോലെ ഒരു 80s-ലെയും 70s 60s തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2000-2010 വരെ പാട്ടുകൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു മലയാള സിനിമയിൽ. ഇപ്പൊ അത് കുറഞ്ഞു വരുന്നു. അത് മാറി വരുന്ന പോലെ. ഇപ്പൊ സിനിമ മാത്രമല്ല, ഇപ്പൊ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആൽബങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ട്രെൻഡായി വരുന്നു. ബാൻഡ്, ഇൻഡിപെൻഡന്റ് മ്യൂസിക് അങ്ങനെയൊക്കെ ഉള്ളൊരു ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമ എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ഒരു ലാസ്റ്റ് ഒരു ഇതല്ല. ഒരു മ്യൂസീഷ്യൻ എന്നുള്ള നിലയ്ക്ക്
പല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ചിലപ്പോ ചില പാട്ടുകൾ, ഇപ്പൊ ഈ പാട്ടുകൾ നമ്മൾ ഹിറ്റായ പാട്ടുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഇപ്പൊ ചില പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് പാടി, പക്ഷെ നമ്മൾ അത്രയും വിചാരിച്ച പോലെ ആ പാട്ട് എത്തിയില്ലോ, അങ്ങനെ തോന്നുന്ന ഏതെങ്കിലും പാട്ട് ഉണ്ടോ? അങ്ങനെ അങ്ങനെയില്ല. കിട്ടിയ പാട്ടുകളൊക്കെ സന്തോഷത്തോടെ പാടി. ഞാൻ ആക്ച്വലി അഴകാലില എന്നുള്ള പാട്ട് പാടുന്ന സമയത്ത് ഞാൻ ഒട്ടും അങ്ങനെ വലിയ പ്രതീക്ഷയോടെയൊന്നും ആയിരുന്നില്ല പാടിയത്. കാരണം ഞാൻ അധികം എക്സ്പീരിയൻസോ ഈ ട്രാക്കൊന്നും പാടിയുള്ള പരിചയമോ ലൈവ് ഷോസ് ഒത്തിരി ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെയാണ് ആദ്യമായി സിനിമയിൽ പാടാനുള്ളൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും അതിന്റെ ഫൈനൽ സിനിമയിൽ വരുമോ, അത് ഇങ്ങനെ എങ്ങനെയാവും എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നീട് സിനിമയിൽ വന്ന പാട്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കുറെ നല്ല നല്ല രസകരമായിട്ടുള്ള പാട്ടുകൾ ഇപ്പോഴാണെങ്കിൽ പല പല സ്റ്റേജുകളിലൊക്കെ ഇങ്ങനെ എൻഗേജ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് കുറെ പേര് ഇപ്പം പാട്ട് പാടി ഒന്ന് ഒരു ഹൈപ്പായി പിന്നീട് അവരെ പറ്റി അങ്ങനെ കേൾക്കാറില്ല, അങ്ങനത്തെ രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്നു, അത് എന്താണ് അതിന്റെ ഒരു രഹസ്യം ചോദിക്കുകയാണെങ്കിൽ? അല്ല, അത് എന്താ അല്ല, നമ്മൾ പ്രാക്ടീസ് അങ്ങനെ നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. അതെല്ലാരും ചെയ്യുന്ന കാര്യമാണ്. അതിപ്പോ മ്യൂസീഷ്യൻസ് മാത്രമല്ല, ഏതൊരു കലയാണെങ്കിലും നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അത് അത്യാവശ്യമായിട്ട് വേണം. പിന്നെ എന്താ, ദൈവത്തിനോട് നന്ദി പറയുന്നു, ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 2006 അഴകാലില എന്നുള്ള പാട്ട് പാടുന്നത്. ആ സമയം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗ്രാഫ് ഞാൻ തന്നെ വിലയിരുത്തുമ്പോൾ ഒത്തിരി മേലോട്ട് ഗ്രാഫ് പൊങ്ങി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാൽ താഴോട്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. അങ്ങനെ ഒരു സസ്റ്റെയിൻ ചെയ്ത് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ തുടർച്ചയായിട്ട് അങ്ങനെയും പോട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഓഡിയൻസിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ കേട്ട പാട്ടുകളെ പോലെ തന്നെ ഇനിയും സ്റ്റേജുകളിലായാലും ഇപ്പൊ നാളത്തെ പ്രോഗ്രാമിന് എല്ലാരും വരണം. അതാണ് ഇപ്പൊ എനിക്ക് പറയാൻ തോന്നുന്നത്. പാട്ടുകൾ വരുമ്പോ എല്ലാരും സ്വീകരിക്കുക. ഞാനിപ്പോ പാടിയത് ഒരെണ്ണം പെരും കളിയാട്ടം എന്നൊരു സിനിമയുണ്ട്. ദീപാങ്കുരനാണ് മ്യൂസിക്, സുരേഷ് ഗോപി ആണ് അഭിനയിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് കുറച്ചായി, സിനിമ തൊട്ട് മുൻപ് നമുക്കൊരു മെലഡി സോങ് പാടി തന്നിട്ട് നമുക്ക് ഭയങ്കര ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ആളുടെ ഒരു വൈബ്രന്റ് സോങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ബിക്കോസ് മെലഡി തകർത്തു, കമന്റ് ബോക്സ് കൊണ്ടുപോയി എന്ന് പറയാം. അപ്പൊ നമുക്കൊരു വൈബ്രന്റ് സോങ് ഒന്ന് പാടിത്തരാണെങ്കിൽ, ഒരു അടിച്ചുപൊളി പാട്ട്, ലൈക്ക് നാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പം അതിലൊരു വൈബ്രൻസ് ആണ്. പ്ലീസ്. ഈ ഒരു ചോദ്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല. പറഞ്ഞപ്പോഴേ അങ്ങനെ ഏത് പാട്ട് പാടും എന്നുള്ളതാണ്. കാരണം കൂടുതൽ ഫാസ്റ്റ് നമ്പർ പാട്ടൊക്കെ ഓർക്കസ്ട്രയുടെ കൂടെ പാടുമ്പോഴാണ് ആ പഞ്ച് നമുക്ക് പാടാൻ ചെറുതായിട്ട് പെട്ടെന്ന് ഓർമ്മ വരും. ഒരു കാര്യം ചെയ്യാം, ഞാൻ വിനോദേട്ടന് മൈക്ക് കൊടുത്തിട്ട് ഞാൻ അപ്പോഴേക്കും ഒന്ന് റെഡി ആവും. പെട്ടെന്ന് ചോദിച്ചപ്പോ ഫാസ്റ്റ് നമ്പർ പാടുന്നതുകൊണ്ട് ഒറ്റ വലിയ കുഴപ്പമാണ് അത്. അപ്പൊ വിനോദേട്ടൻ നല്ല മെലഡി പാട്ട് പാടുമ്പോഴേക്കും ഞാനൊരു ഫാസ്റ്റ് നമ്പർ ജസ്റ്റ് നോക്കിയേക്കാം. സന്തോഷായില്ലേ? ബൈ ദ വേ, ഇവിടെ കുറെ അധികം മെസ്സേജസ് ഉണ്ട്. മനാഫിന്റെ ഹായ് എത്തിയിട്ടുണ്ട്. പിന്നെ പരിപാടി ഭംഗിയാവട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആശംസകൾ എത്തിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ QVCAയുടെ മെസ്സേജസ് വന്നിട്ടുണ്ട്. പിന്നെ നാളെ 5:30 പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും കമന്റ് ബോക്സിനകത്ത് ടൈമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇവന്റ് മറക്കണ്ട. നാളെ വൈകുന്നേരം 5:30 നോബൽ ഇന്റർനാഷണൽ സ്കൂൾ അൽ മഷാഫിൽ വെച്ചിട്ട് നമ്മുടെ അടുക്കളത്തോട്ടം ജൈവ കാർഷികോത്സവം സീസൺ 12 12ാമത്തെ സീസണാണ് അവർ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻ അസോസിയേഷൻ വിത്ത് MV's ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്. ആൻഡ് യെസ്, ഈ ഒരു എന്താ പറയുന്നത്, ടാലന്റഡ് ആയിട്ടുള്ള സിംഗേഴ്സും ആർട്ടിസ്റ്റുകളും ഒക്കെ ജോയിൻ ചെയ്യുന്ന ഒരു ഫ്രീ ഇവന്റ് ആണെന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനായിട്ടുള്ളത്. ആൻഡ് യെസ്, ഇനി നമുക്ക് വിനോദേട്ടന്റെ പാട്ട്, വിനോദേട്ടൻ താടിക്ക് കൈയൊക്കെ വെച്ചിട്ട് ഞാനിപ്പോ ഇനി ഏതാ പാട്ട് പാടാം അവസ്ഥയിലിരിക്കുകയാണ്. ഒരു പാട്ട് പ്ലീസ്. അതിനു മുമ്പ് ഒരു ചെറിയ കറക്ഷൻ പറയട്ടെ. നോബൽ സ്കൂൾ മഷാഫ് അല്ല, അതെനിക്കൊരു ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വുക്കേറിലാണ്. മഷാഫിൽ വേറെ സ്കൂളുണ്ട്, പക്ഷെ ഇത് പുതിയ പ്രെമിസസ് ആണ്. അപ്പൊ അതുകൊണ്ട് പ്ലീസ്, അതൊരു എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആ പോസ്റ്ററിൽ വെച്ചപ്പോഴും അതൊരു പ്രോബബിൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് പലർക്കും. അപ്പൊ ദിസ് ഇസ് നോബൽ ഇന്റർനാഷണൽ സ്കൂൾ ഇൻ വുക്കെയർ, ന്യൂ വൺ. അപ്പൊ ഞാനിപ്പോ ഒരു പാട്ട് പാടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ 2-3 പാട്ട് കൂടി ചേർത്തിട്ട് ഒരു പാട്ട് പാടാം. അപ്പൊ ഈ ചോദ്യങ്ങൾ വരില്ല എന്നുള്ള മോഹഭംഗ മനസ്സിലെ
ചാരുശീതള നടകളിൽ തൊഴുതിറങ്ങും പ്രദോഷമായി ഉണരുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കലമാനേ പൂമിഴികൾ പൂട്ടിമെല്ലെ നീയുറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ മണ്ണിൽ മന്ദാരങ്ങൾ വിണ്ണിൽ വെൺതാരങ്ങൾ പൂത്തു മന്ദാരങ്ങൾ പൂത്തു വെൺതാരങ്ങൾ ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ വിരഹത്തിൻ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ തകർന്നു പാടുമെൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം. ഓ മൈ ഗോഡ്, ആ സ്വിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ബിക്കോസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് അടുത്ത പാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഒരു സ്വിച്ച് ഭയങ്കര രസമുണ്ടായിരുന്നു. ആൻഡ് യെസ്, നമ്മുടെ അടിപൊളി പാട്ടുകാരൻ റെഡി ആയെന്ന് തോന്നുന്നു. ഓക്കെ, കുട്ടി പാടിക്കോളൂ. സാറിന്റെ ഒരു പാട്ട്, ആ ദീന എന്ന സിനിമയിലൊരു തമിഴ് സോങ് കുറച്ച് ഒരു പാടാം. പെട്ടെന്ന് ആലോചിച്ചപ്പോ അതാവുന്നത്. ഒത്തിക്കുച്ച് പത്തിക്കാതുടാ யாரும் வந்த போற சரவரையில வம்பு தும்பு வச்சிக்காதுடா யாரும் உன்னை உசுப்புற வரையில கூச்சியா இல்லாம நீ தீ கூச்சியா இருடா உள்ளே ஒரு உஷ்ணம் வந்தா உன் வாழ்வில் வெளிச்சம் வரும் ஒத்திக்குச்சு வத்திக்காதுடா யாரும் வந்து போற சரவரையில வம்பு தும்பு வச்சிக்காதுடா யாரும் உன்னை உசுப்புற வரையில. അടിപൊളി അടിപൊളി, രക്ഷയില്ലാത്ത പാട്ടുകളൊക്കെ. അപ്പൊ ഈ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും നേരെ ബുക്കേറിലേക്ക് പോവാൻ, നോബൽ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് പോവാ. നമ്മുടെ അടുക്കളത്തോട്ടം ദോഹ അവതരിപ്പിക്കുന്ന കിടലൻ പ്രോഗ്രാമുകൾ നമുക്ക് അവിടെ ജൈവ കാർഷികോത്സവം സീസൺ 12 പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ള ഒരു കാര്യം അറിയിക്കുകയാണ്. ആൻഡ് ഇനിയും കുറച്ച് താരങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതുണ്ട് കേട്ടോ. അവർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് താങ്ക്സ് അലോട്ട്. എന്തായാലും വളരെയധികം സന്തോഷം റേഡിയോ മലയാളത്തിൽ വന്നതിന്, ഞങ്ങളോട് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞതും പാട്ടുപാടിയും ഒക്കെ കേട്ടോ. ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും. നാളത്തെ പ്രോഗ്രാമിന് എല്ലാവരും എത്തുക, അതേ പറയാനുള്ളൂ. ഒന്നുകൂടി ക്യാമറ നോക്കിയിട്ട് ഒന്നുകൂടി പറഞ്ഞു, ആരെങ്കിലും വരാൻ മടി കാണിക്കുന്നുണ്ട്, ആരും വരാൻ മടിക്കരുത്. നാളെ നോബൽ ഇന്റർനാഷണൽ സ്കൂൾ, സ്ഥലത്തിന്റെ പേര് മറന്നുപോയി, ബുക്കേറിലാണ്. അപ്പൊ നാളെ വൈകുന്നേരം 6 മണിക്കാണ് പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. നമ്മളൊക്കെ കുറെ നല്ല പാട്ടുകളായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാരും എത്തുമല്ലോ, എല്ലാരും വരണം. വിനോദ് ബ്രോ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു. അപ്പോൾ ഇനി നേരിട്ട് പാട്ട് കേൾക്കാൻ വരും, അപ്പോൾ കുറച്ചും കൂടി ഉഷാറുണ്ടാവും ഞങ്ങൾക്ക് പാടാൻ. ഇപ്പൊ ഇവിടെ ഇരുന്ന് പാടുമ്പോൾ ആരും കാണുന്നില്ല, ഒരു വിഷമമുണ്ട്. അവിടെ നിന്ന് പാടുമ്പോൾ കുറച്ച് ആൾക്കാർ കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു അവസരവും ഞങ്ങൾക്കൊരു അംഗീകാരമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വരണം. വക്രയിൽ നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ ബുക്കേർ. അപ്പൊ ഇനി ബാക്കിയുള്ള 2 താരങ്ങളുമായിട്ട് ഉടൻ തന്നെ ലൈവിൽ വരും. എവിടെയും പോണ്ട, അവിടെ തന്നെ ഇരുന്നോ. നെക്സ്റ്റ് ഒരു സോങ്ങിലേക്ക് പോവാണ്. കൂടെയുള്ളത് ജിബിനും പാർവതിയാണ്, ദോഹ ജംഗ്ഷനുമായിട്ട്.